ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ കല്ലുപ്പാറ മല്ലപ്പള്ളി റോഡിലാണ്. നമ്മുടെ പനയമ്പാല തോടിന് സമീപം. ആ റോഡൊക്കെ വളരെ മുങ്ങിക്കിടക്കുകയാണ്. പെരുമ്പടിപ്പാലത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. അത് റോഡൊക്കെ മുങ്ങിക്കിടക്കുകയാണ്. അപ്പം ഫുഡിൻ്റെ ഓർഡറൊക്കെ പല വീടുകളിലും വിളിച്ച് പറഞ്ഞു, വെള്ളമൊക്കെ ആയതുകൊണ്ട് വിളിച്ച് പറഞ്ഞു. അവർ ഇങ്ങനെ ഫുഡ് കൊണ്ട് വന്നവർ ഇവിടെ ബ്ലോക്ക് ആയി നിൽക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ഞാൻ ചോദിക്കാം, എന്താണ് ഇപ്പം ഫുഡ് ഓർഡർ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റാത്ത മൊത്തം വെള്ളം കയറി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കസ്റ്റമറെ വിളിച്ച് നോക്കി. കസ്റ്റമർ പറയുന്നത് ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ തിരിച്ച് കൊണ്ട് തരാൻ പറ്റുമെങ്കിൽ കൊണ്ട് തരിക, ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ കടയിൽ കൊണ്ട് കൊടുക്കുക. ഓക്കെ. പലർക്കും ഫുഡിനായിട്ട് ബുദ്ധിമുട്ടുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ഒരു സാഹചര്യം കൂടെ മനസ്സിലാക്കുക. പലർക്കും ഇവിടെ വന്നിട്ട് പോരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാര്യം നല്ല രീതിയിൽ തന്നെ വെള്ളം പൊങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ റോഡിലൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പം പലരും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് വെള്ളത്തിൽ വല്ല ഫുഡ് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇവിടെ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് കമ്പനികളും കാര്യങ്ങളും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. അപ്പം ഇതിങ്ങനെ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി എന്ന് പറയാം. ഇവിടെ ഈ അടുത്ത സമയത്ത് ഈ റോഡ് പുനർനിർമ്മിച്ചതാണ്. അന്നേരം ഈ റോഡ് ഇച്ചിരി പൊക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം ചെന്ന് പറഞ്ഞതുമാണ്. പ്രസിഡന്റ് എഞ്ചിനീയറോടും പറഞ്ഞതാണ്. എഞ്ചിനീയറും ഇവിടെ ആദ്യം ശകലം കൂടെ പൊക്കിയിട്ട് പിന്നെ രണ്ടാമത് വലിച്ചു താത്തതാണ്. ഇവിടെ വർഷങ്ങളായിട്ട് 1 മീറ്ററിലധികം വെള്ളം കയറുന്ന റോഡാണ്. ആ പുനർനിർമ്മിച്ചപ്പോഴും ഇവിടെ അവരുടെ ലെവൽസ് എടുത്തപ്പോഴൊന്നും ആരും പറഞ്ഞു കൊടുക്കില്ല. ആ പഴയ രീതിയിൽ തന്നെ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും വെള്ളമുണ്ട്, അപ്പുറം ചൈതന്യയിൽ വെള്ളമുണ്ട്, കൊല്ലം പിടിക്കുന്ന വെള്ളമുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഒരു അനാസ്ഥയായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ. ഇവർ നാട്ടുകാരനെ പറയുന്നത് ഈ റോഡിൻ്റെ ഇപ്പോൾ ഇത്രയും ഇങ്ങനെ 2018 മുതൽ ഇങ്ങനെ വെള്ളം അമിതമായിട്ട് വർദ്ധിക്കുന്ന കാരണം ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാനേ പറ്റാത്ത സാഹചര്യങ്ങളും ഒക്കെയാണ്. ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതിനൊക്കെ കാരണം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. നമ്മൾ ഈ ഭാഗം കാണുന്നിടത്താണ് പനയമ്പാലത്തോട് നമ്മുടെ മണിമലയാറ്റിലേക്ക് കൂടിച്ചേരുന്ന ഭാഗമാണിത്. അത് തന്നെയല്ല, കല്ലുപ്പാറ മല്ലപ്പള്ളി റോഡാണ്, മെയിൻ റോഡാണ് ഈ പോകുന്ന ഭാഗം. അപ്പോൾ ഇവിടെ എല്ലാം നല്ല രീതിയിൽ വെള്ളം കിടക്കുകയാണ്. ഇവിടെ തന്നെയാണ് കരിക്ക് റെസ്റ്റോറൻറ്റ്. ശരിക്കും ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതും ഇപ്പം ഇന്നത്തെ ഈ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ കൊണ്ട് അടഞ്ഞു കിടക്കുകയാണ്. ഹഡൊക്കെ വെള്ളം കയറി കിടക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. അതുവരേക്കും സൈനിങ് ഓഫ് ബൈ ഡെന്നിസ് ഈപ്പൻ.